ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മാലയാണ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സംഭവം നമ്മളിത് ചെയിൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ഡിസൈൻ പിന്നിൻട്രസ്റ്റിൽ കണ്ടതാട്ടോ. ഞാൻ ഇതിൻ്റെ വേറൊരു പാറ്റേൺ ഈ ജ്വല്ലറി മേക്കിംഗ് തുടങ്ങിയ സമയത്ത് ഞാൻ ഈ ചെയിനല്ല, നമ്മുടെ മറ്റേ ചെറിയ ചെയിനില്ലേ അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെയിൻ എന്ന് പറഞ്ഞേക്കുന്ന ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള ചെയിനാണ്. പെട്ടെന്ന് കളർ പോകത്തില്ലെന്ന് തോന്നുന്നു, അറിയില്ല. പിന്നെ എടുത്തിരിക്കുന്നത് ഹെഡ് പിന്നാട്ടോ. ഹെഡ് പിന്നും നിങ്ങൾക്ക് അങ്ങനെ ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള ഹെഡ് പിൻസൊക്കെ കിട്ടും. എൻ്റെ ഇപ്പോൾ അങ്ങനത്തെ അല്ല, ഞാൻ സാധാരണ കടയിൽ കിട്ടുന്ന ഹെഡ് പിന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനത്തെയുള്ള ഹെഡ് പിൻസ് കിട്ടുവാണെങ്കിൽ മാക്സിമം അത് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബീഡ്സും എടുത്തിട്ടുണ്ട്, കുറച്ച് കളേർഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള ബീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. സംഗതി എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ആദ്യം ഒരു ലോങ് ചെയിനാണ് എടുക്കുന്നത്. അത്യാവശ്യം നമ്മുടെ കഴുത്തിൻ്റെ നീളത്തിലുള്ള ലോങ് ചെയിനാണ് എടുക്കുന്നത്. എന്നിട്ട് അതിനെക്കാട്ടിലും കുറവുള്ള ഷോർട്ട് ചെയിനും എടുക്കുന്നുണ്ട്. അപ്പോൾ ലെങ്ത് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാട്ടോ, അതനുസരിച്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ലെവൽ പിടിച്ചിട്ട് വേണം ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതുപോലെ ഹെഡ് പിൻ എടുത്തിട്ട് അതിലേക്ക് ബീഡ്സ് ഇങ്ങനെ ഇതുപോലെ ഇപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ എനിക്കിങ്ങോട്ട് ബലിപ്പിക്കാൻ എനിക്കിങ്ങോട്ട് അറിയത്തില്ല. നിങ്ങളത് ജസ്റ്റ് കാണുക, കണ്ടിട്ട് മനസ്സിലാകുന്ന പോലെ ചെയ്യുക. അത് ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര എളുപ്പം. നമുക്ക് ആദ്യം കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരുമെങ്കിലും പിന്നെ ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലെയറൊക്കെ നിങ്ങൾ ജ്വല്ലറി മേക്കിന് ഉപയോഗിക്കുന്ന പ്ലെയർ ഉപയോഗിക്കുക, അതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടും. ഞാൻ കുറേ നാളായിട്ടത് വാങ്ങിക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുക, പക്ഷേ വിചാരമല്ലാതെ എനിക്കിത് വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ലെവൽ പിടിക്കണം കേട്ടോ. ലെവൽ പിടിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഈ കാണിച്ചതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാനത് എഡിറ്റ് ചെയ്തപ്പോഴും എനിക്കിത് പറയണമെന്ന് തോന്നി. നമ്മൾ ആദ്യം ആ ഒരു വലിയ ചെയിനിലേക്ക് ആ ഒരു ചെറിയ ചെയിന് ജസ്റ്റ് ഒന്ന് കടുപ്പിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ഹെഡ് പിന്ന് ഇടാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ മാലകളൊക്കെ വാങ്ങിക്കുമോ എന്ന് ചോദിച്ചാലും എനിക്കും അറിയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുക. അത് ഇടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളൂ. ഇപ്പോൾ ഞാൻ ക്ലോത്തിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു എൻക്വയറി പോലെ എനിക്കത് വന്നത്. ഇപ്പോൾ അതിൻ്റെ 2 മാല എൻ്റെ അത് ഒരു 2 ലെയറും പോയിട്ടുണ്ട്, 3 ലെയറും പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ പോവോ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കാതെ നമുക്ക് ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ തോന്നുവാണെങ്കിൽ മാക്സിമം അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഈ ജ്വല്ലറി കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ടാട്ടോ കൊടുക്കുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഒരു കാർഡ് കൂടെ വെക്കുകയാണെങ്കിൽ, ഞാനത് ഇതുവരെ എടുത്തിട്ടില്ല, എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ പേപ്പറിൽ എഴുതുന്നതിനെക്കാട്ടിലും കൂടുതൽ ഒരു കാർഡ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അടിക്കുക. ഈ ജ്വല്ലറി ടേക്ക് കെയർ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് കിട്ടും. മീൻസ് ഇത് വെള്ളത്തിലിടരുതെന്നും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അതുപോലത്തെ ഒരു കാർഡ് ടൈപ്പ് ചെയ്ത് അടിച്ചെടുക്കുക. അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും, കുറച്ചുകൂടെ ആ ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ കൂട്ടാൻ നന്നായിരിക്കും. പിന്നെ ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾ ഇടുമ്പോഴത്തേക്കാണ്ട് ഇങ്ങനത്തെ ഒരു പാറ്റേണിലാട്ടോ നമ്മളിനി ചെയ്തു പോകുന്നത്. ഇത് നമുക്ക് എത്ര വേണേലും നമുക്കിത് ചെയ്തെടുക്കാം. നിങ്ങൾ മാർക്കറ്റ് റേറ്റ് നോക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിലുള്ള റേറ്റ് അങ്ങ് ഇടുക. അതിപ്പോൾ എത്ര ഇടണമെന്നൊന്നും ഇല്ല. ഇപ്പം ഞാനിട്ടിരിക്കുന്ന റേറ്റ് തന്നെ നിങ്ങൾ ഇടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും നമ്മൾ എടുക്കുന്ന ആ ഒരു വർക്കിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു മെറ്റീരിയൽസിൻ്റെയും റേറ്റൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റിൽ നിങ്ങളങ്ങ് സെലക്ട് ചെയ്തങ്ങ് ഇടുക. അത് വാങ്ങിക്കാൻ ആ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അത് വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ട്രെൻഡിനെ ഫോളോ ചെയ്യുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ തന്നെ സ്വയം ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ മാലയുടെ ആ ഒരു സ്ട്രക്ചർ വരുന്നത്, പാറ്റേൺ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ കുറച്ച് തൊങ്ങലുകളൊക്കെ ആഡ് ചെയ്യണം. ഒന്നെങ്കിൽ നമുക്ക് ഇത് 2 ടൈപ്പിൽ ചെയ്യാം, ബീഡ്സും ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ടാസൽസ് ഉണ്ടല്ലോ, നമ്മുടെ മറ്റേ നൂല് വെച്ചിട്ടുള്ള ടാസൽസ്, അത് വേണേലും ചെയ്യാം. ഞാനാണെങ്കിൽ ടാസൽ ഉണ്ടാക്കാനുള്ള ആ ഒരു ക്ഷമയും അതുപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയലും ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ
പിങ്കും അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലുള്ള ബീഡ്സ് ഇതുപോലെ ഫ്യൂസ് വെയർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഫ്യൂസ് വെയർ ഒക്കെ ആണെങ്കിലും പ്ലേറ്റഡും കിട്ടും, നോർമലും കിട്ടും. പ്ലേറ്റഡിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. അത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കളർ പോവാതെ അത് ഇരിക്കും. അപ്പോൾ നിങ്ങളതൊക്കെ സപ്ലയേഴ്സിനടുത്ത് ഡീലേഴ്സിനടുത്ത് ചോദിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ മെറ്റീരിയൽ, അതല്ലാതെ എടുത്തിയാടി പോയി ചോദിക്കരുത്. എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ എടുത്തിയാടി ചെയ്യാൻ നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് തിങ്ക് ചെയ്ത് നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻസൊക്കെ ഓരോരുത്തരോടൊക്കെ ചോദിച്ച് അറിഞ്ഞ് ഒക്കെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഇതൊരു ഈ മാലയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വെളിയിലത്തെയൊക്കെ മാലകളാണ്. ഇവിടെയൊക്കെ ഇങ്ങനത്തെ പാറ്റേൺസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാനിത് ഒരു പിന്നിൻട്രസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്യുന്നൊരു മാലയാട്ടോ. ഇപ്പോൾ ഈ ബീഡ്സ് വെക്കാതെ തന്നെ നമുക്കിതിൻ്റെ നടുക്ക് ത്രെഡ് വെച്ചിട്ടുള്ള മാലയും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.